ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൂവി ചോട്ട. അപ്പം നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ്, അതായത് ഓണക്കോടിയുടെ സെക്കൻഡ് സെഗ്മെന്റ് സ്റ്റുഡിയോയിലൊക്കെയാണ് വിട്ടത്. അപ്പോൾ സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റുഡിയോ എന്ന് പറയുന്നത് കടപ്പാക്കട ഭാഗത്താണ് വരുന്നത് കേട്ടോ. കടപ്പാക്കടയിൽ നിന്ന് നമ്മൾ രണ്ടാംകുറ്റി മൂന്നാംകുറ്റി ആ പോകുന്ന റോഡ് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ മന്ത്ലി നോക്കിയാൽ മതി ഗൈസ്. അതിന് ഓപ്പോസിറ്റ് ആണ് സ്റ്റുഡിയോ. എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ 399 299 ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ബോഡിക്കോൺ ഡ്രസ്സിലാണ് എൻ്റെ ചേച്ചി ഓടിപ്പോയി പിടിച്ചത്. അത് ബോഡിയുടെ അത്രയും ഉള്ളത് കൊണ്ട് പിന്നെ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചില്ല കേട്ടോ. അപ്പം പിന്നെ 299 ഒരുപാട് വെറൈറ്റി ഓഫ് ഈ ടോപ്സ് ഒക്കെ അവൈലബിൾ ഉണ്ട്. ഇപ്പൊ സെയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതോ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. 149 രൂപയേ ഉള്ളൂ ഈ ടൈപ്പ് ഓഫ് ഈ ടീഷർട്സിനൊക്കെ. കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റുന്നതാണ്, അതായത് ടീനേജേഴ്സിന് പറ്റുന്ന ടൈപ്പാണ് അതെല്ലാം. 299 എല്ലാം പുക്കി വൈബ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ 299 ചെരുപ്പ്, അത് നല്ല ലാസ്റ്റിംഗ് ഉള്ള ചെരുപ്പാണ് സ്റ്റുഡിയോടത്. വൃത്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 299 ഇതുപോലത്തെ മോഡൽ ചെരുപ്പുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പൊന്നമ്പളിക്ക് ഒരു ചെരുപ്പ് നോക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ഈ ടൈപ്പ്. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ചെരുപ്പ് കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടി. എനിക്കൊരു വേറൊരു കളർ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏതെങ്കിലും ചെരുപ്പ് ഇഷ്ടപ്പെടുന്നോ എടുക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാർക്ക് ഇതൊന്നും താല്പര്യമില്ല ഗൈസ്. അപ്പൊ പിന്നെ അവൾക്ക് എടുത്തത് ഈ ചെരുപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒരു എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ഓറഞ്ച് ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അതൊരു ക്യാറ്റ് ഹീൽ ചെരുപ്പാണ്. അതൊരു നല്ല രസമുണ്ട് കേട്ടോ. സാരിയൊക്കെ ഉടുക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഓഫർ ഇല്ലാത്ത ഏരിയ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതും ഒരു 600 ആ റേഞ്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് എത്നിക് വെയറിന്റെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എടുത്ത് എനിക്കൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് അതൊരെണ്ണം എടുത്തു. ഈ പിങ്ക് കളറിൽ അവള് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന കളർ, അതിന്റെ ഒരു എക്സൽ എനിക്ക് ഇവിടുന്ന് വേണം കേട്ടോ. ഇവിടുത്തെ ലാർജ് എനിക്ക് ടൈറ്റ് ആണ്. അപ്പൊ ലാർജ് ആണോ എടുത്തത്? ആ ലാർജ് തന്നെ എടുത്തത്. പിന്നെ ഇത് അതുപോലത്തെ ഒരു എത്നിക് വെയർ കൂടെ എടുത്തു. 399 ആണ് വരുന്നത്. ഈ ഡ്രസ്സിനും 399 ഉള്ളായിരുന്നു. ചെറിയ 2 ഹോൾ ഉണ്ടെങ്കിലും പക്ഷെ അടിപൊളിയായിരുന്നു. വീണ്ടും ഞങ്ങൾ സ്പെഗറ്റിയുടെ സൈഡിലേക്ക് പോയി കേട്ടോ. ഈ സ്പെഗറ്റിയുടെ ഈ ഡ്രസ്സ് എടുത്തപ്പോൾ നിഷയോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നീ ഇട്ട് കാണിക്കുമെന്ന്. ഇട്ട് കാണിക്കുമെന്നൊക്കെ തലവലിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ചാലഞ്ച് ആണ്, ഇട്ട് കാണിക്കണേന്നൊക്കെ പറയുമ്പോൾ അവൾ ഇട്ട് കാണിക്കും ഞാൻ എന്ന് പറയുക, ഇടൂടി ഞാൻ. അങ്ങനെ അതൊന്ന് ഇട്ട് നോക്കണം. പിന്നെ ഈ 299 ഷോർട്സ്, ഇത് അവൾക്ക് ഇടണമെന്ന്. അവള് ഇതിനകത്തൂടെ കയറിയാൽ വേറൊരാൾക്കൂടെ കയറാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ ഇന്നേഴ്സിന്റെ അടുത്ത് വന്നു. അതിനും ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 199 ഒക്കെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്നേഴ്സ് ആണ് കേട്ടോ. സ്റ്റുഡിയോയുടെ ഗേൾസ് യു ക്യാൻ ലുക്ക് അറ്റ് ദിസ്. അതായത് അത്യാവശ്യം നല്ല ബ്രാൻഡിന്റെ അത്രയും തന്നെ ഗുണമുള്ള ഒരു ഇന്നേഴ്സ് ആണ്. പിന്നെ ഇതൊക്കെ ലോഞ്ച് വെയേഴ്സ് ആണ്, നൈറ്റ് ടൈം യൂസിന് പറ്റിയതൊക്കെ. ഈ വലിയ വലിയ സാധനങ്ങളൊക്കെ പിടിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അവൾക്ക് ഇടാനേ പറ്റില്ല. അവളുടെ സൈസ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അത് വീണ്ടും ഇതുപോലത്തെ ഒരു കോട്ട് സെറ്റ് പോലത്തെ ഒരു ടോപ്പും അതും സ്പാക്കറ്റി സ്ലീവ്സ് വരുന്ന ഒരു ടോപ്പും അതിന്റെ ബോട്ടും ആ കാണിക്കുന്നത്. അതൊരു രസമുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ പറ്റും, ടീനേജർ പിള്ളേർക്കൊക്കെ പറ്റിയ കുറെ ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ രസമുണ്ട്. ആ ബ്ലാക്ക് ആ 2 കോട്ട് സെറ്റ് കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പൊ അത് പക്ഷെ നിശ എടുത്തില്ല, ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അതിന്റെ എടുത്ത് കൈ വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇട്ട് നോക്കിയിട്ട് കുറച്ച് ഇട്ട് നോക്കിയോന്ന് എനിക്കറിയാൻ വയ്യ. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം ഞാൻ ഇട്ട് നോക്കിയില്ലയോ എന്ന്. പിന്നെ കൊച്ചു മക്കൾക്കുള്ള ഡ്രസ്സസ് 299 ഒക്കെ കോട്ട് സെറ്റ് ആണ് കേട്ടോ. അതായത് ഒരു ടീഷർട്ടും അതിന്റെ പാന്റും. ഞാൻ ഈ പറഞ്ഞില്ലായിരുന്നു ക്യാറ്റ് ഹീൽസ്, അത് നിശ ഇട്ട് നോക്കുകയാണ്. നിശിമോടെ കൊലുസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ അതിങ്ങനെ ഇട്ട് നോക്കി കേട്ടോ. സാരി ഒക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനത്തെ ചെരുപ്പ്. പക്ഷെ ഇതിട്ട് പരിചയമില്ലാത്തവർ ഇത് മേടിക്കുന്നതിനെ കുറിച്ച് എനിക്ക് തീരെ താല്പര്യമില്ല. നമ്മൾ ബ്ലോക്ക് ഹീൽസ് ആണ് എപ്പോഴും നമുക്ക് നല്ലത്. ഈ ക്യാറ്റ് ഹീൽസ് അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇത് ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്, നടത്തിയും നിക്കലും ഒക്കെ. നിശ എടുത്തില്ല കേട്ടോ, നിശയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിശ ഇങ്ങനെ പറയുകയാണ് കാലിലിട്ടിട്ട് കൊള്ളാം, ഭംഗിയുണ്ട്. പിന്നെ ഞാൻ 299 ഈ ചെരുപ്പ് ആ വൈറ്റ്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് രസമുണ്ട്. പിന്നെ ഇപ്പുറത്തൊക്കെ കിടക്കുന്നത് അത്ര ഒരു ക്വാളിറ്റിയുള്ള സാധനമല്ല. പിന്നെ ഈ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഇട്ട് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കെന്ന് അറിയുമ്പോഴത്തോണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചില്ല. 299 ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ. അപ്പൊ ഈ ടീനേജ് പിള്ളേരുടെ പേരൻസ് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ ഞാൻ പൊന്നമ്പളിക്ക് എടുത്തതിന്റെ വേറെ മോഡൽ ഒരു ചെരുപ്പ് അവിടെ കണ്ടു. ഇതൊക്കെ പെട്ടെന്ന് അഴുക്കാകും, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടുക്കാൻ. പക്ഷെ അതിന് ഓഫറും ഇല്ലായിരുന്നു, 499 ആണ്. പിന്നെ വൈറ്റ് ടോപ്പ് കണ്ടോ, അതെന്റെ ഒരു മോഡൽ പറഞ്ഞു ഇതൊന്നും ഇടത്തില്ലെന്ന്. മറ്റേ ഈ ഉടുപ്പൊന്നും എന്റെ മോഡൽ ഇടത്തില്ല. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റൂല. എന്റെ മോഡൽ ഇതിന് തയ്യാറല്ല, സന്നദ്ധയില്ല. മറ്റേ ഈ കറുപ്പ് ഇടാന്നൊക്കെ, അതൊക്കെ ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. അപ്പൊ പിന്നെ അത് ചേരാത്തത് കൊണ്ട് പറ്റത്തില്ല. എന്റെ മോഡല് കൊണ്ട് സഹകരിക്കുന്നില്ല ഗൈസ്. അപ്പൊ ആ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ കേട്ടോ. എന്റെ മോഡലിന് ഇതൊന്നും പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമ്മളെങ്ങനെ ഇട്ട് കാണിക്കുന്നത്. ഈ മീൻമല ഉടുപ്പ് കൊള്ളാം കേട്ടോ, രസമുണ്ട്. പാന്റിന്റെ ഉടുപ്പൊക്കെ പെയർ ചെയ്ത് നന്നായിരിക്കും.
ജീൻസിൻ്റെ കൂടെ ഒക്കെ കേട്ടോ. ഇതുപോലത്തെ ടോപ്സും ഒക്കെ ടാങ്ക് ടോപ്പ് പോലെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ വെറൈറ്റി ഉണ്ട്. അപ്പം എൻ്റെ മോഡൽ ഫസ്റ്റ് ഇട്ടു ഈ ഉടുപ്പ്. ഇത് 399 നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി സൈസ് ഉള്ളവരാണെങ്കിലും നല്ലൊരു മോഡലായിരുന്നു. നമുക്കൊരു മാക്സി ഡ്രസ്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര ലെങ്ത് ഇല്ല എന്നാലും ഷോർട്ട് മാക്സി അല്ല, അങ്ങനെ ഒരു നീ ലെങ്ത്തിന് താഴെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ്. അപ്പം ഞാൻ എടുത്തത് 2 കുർത്തയാണല്ലോ. അപ്പൊ ഇതിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ശോഭ ചേച്ചിയുടെ കയ്യിലുണ്ട്, അതായത് എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ ഈ സാധനം സെയിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇട്ട് നോക്കി. പക്ഷെ ഇതൊക്കെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള രീതിയിലൊന്ന് ഫെസ്റ്റീവ് വെയർ ഒക്കെ ആയിട്ട് ഇടണമെങ്കിൽ ഇടാൻ പറ്റും. ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സൈഡിലെ സ്പഗറ്റി സ്ലീവുകാരി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ കേട്ടോ. പുള്ളിക്കാരി പുറത്തിറങ്ങാൻ മടിച്ച് ഇവിടെ നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു പോയില്ല ഇട്ട് കാണിക്കാതെ, അതുകൊണ്ട് അങ്ങനെ സൈഡിൽ നിൽക്കാം. പക്ഷെ ഇത് കോൺഫിഡന്റ് ആയിട്ട് ഇടാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. പക്ഷെ അവൾ അങ്ങനെ യൂഷ്വലി അങ്ങനെ സ്പഗറ്റി സ്ലീവ്സ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇച്ചിരി മടിയായിരുന്നു പുള്ളിക്കാരിക്ക്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവളെ പോലെ കുറച്ച് സ്ലിം ഒക്കെ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ളവർക്ക് നല്ല ഭംഗിയുള്ളൊരു സാധനമായിരുന്നു. ഞാൻ ഇട്ട് കാണിച്ച കോമഡി ആയിരിക്കുന്നതുകൊണ്ട് ഇട്ട് കാണിക്കാതെ. പിന്നെ ഇത് ഇച്ചിരി വലിപ്പം കൂടുതലായിപ്പോയി ഗൈസ്. ഇത് 399 ഉടുപ്പാണ്. ഇത് ഭയങ്കര വലിപ്പം കൂടുതൽ, ചണം വെച്ച് കെട്ടി വെക്കേണ്ട അവസ്ഥയായിരുന്നു. കുറച്ചുകൂടെ ഫിറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ വണ്ണം ഒക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു മോഡലായിരുന്നു കേട്ടോ. അതും എന്തെങ്കിലും ഒരു ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ ഇട്ട് നോക്കിയുള്ളൂ. പിന്നെ നേരെ പിള്ളേരുടെ സെക്ഷനിൽ പോയി. ആ റോസല്ലോ, ഇതെന്തോ റെഡ് കളർ, റെഡ് കളറിൽ ഉടുപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കൾ ഉടുപ്പ് നല്ല, പക്ഷെ അതിനൊന്നും ഓഫർ ഇല്ലായിരുന്നു കേട്ടോ. അതിനൊക്കെ 499 ആ റേഞ്ചൊക്കെ ആയിരുന്നു. അത് നല്ല നല്ല ഭംഗിയില്ലേ ആ ഓറഞ്ച്, അല്ല ഓറഞ്ച് അല്ലടോ, പിങ്ക് കളറ്. പിന്നെ ചെരുപ്പ് എടുത്ത് കൈ പിടിച്ചത് ഞാൻ എടുത്തല്ലോ ചെരുപ്പ്. പിന്നെ ഈ ഉടുപ്പുകളൊക്കെ ഇതൊക്കെ മതി. ഞങ്ങളുടെ ആക്രിക്കിച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. പിന്നെ 99 ഉടുപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തുനിന്ന് ഒരു ഉടുപ്പ്, 2-3 ഉടുപ്പ് അവൾക്ക് എടുത്തു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ ബ്ലാക്ക്. അത് പക്ഷേ തീരെ ചെറുതായി പോയി. ഇത് ഞാൻ 66 രൂപയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അത് തലതിരിഞ്ഞിരിക്കുന്നത് കൊണ്ടായിരുന്നു. 99 രൂപയുടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ആ സെക്ഷനിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ പക്ഷെ 9 വയസ്സ് തൊട്ടുള്ള അവരുടെ 9 മാസമാണെന്ന് തോന്നുന്നു. 9 മാസം, 9 വയസ്സല്ല കേട്ടോ, 9 മാസം തൊട്ടുള്ളവരുടെ ഡ്രസ്സസ് ആണ് ഉള്ളത്. അപ്പം ഈ ന്യൂ ബോൺസിനൊന്നും പറ്റിയതില്ല കേട്ടോ. പിന്നെ ഈ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ പിക്ക് ചെയ്തു. ഇതിന്റെ ബാക്കിലാണ് ഗൈസ് പ്രിന്റ്. ഞാൻ വിചാരിച്ചു ഒട്ടും കൊള്ളത്തില്ലല്ലോ, ഇത് എന്തിനാ എടുത്തുപിടിച്ചോണ്ട് നിന്നത് നോക്കിയപ്പോഴത്തേക്ക് എന്റെ പുറവശം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ബ്ലാക്കും ആ വൈറ്റും എടുത്തു. കറുപ്പ് ഞാൻ പറഞ്ഞില്ല, തീരെ ചെറുതായതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ പറ്റിയ കുറേ സാധനങ്ങൾ ഈ സെയിലിന്റെ സമയത്ത് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്റ്റുഡിയോ. സെയിൽ അല്ലെങ്കിലും വലിയ റേറ്റ് ഇല്ല, പക്ഷെ നമ്മൾ നോക്കി എടുക്കണം സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല. ഈ കാപ്രേറ്റ് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. 299 രൂപയായിരുന്നു. പാന്റും പാവാടയും എല്ലാം കൂടെ ചേർന്നതാണെന്ന് തോന്നുന്നു. അതും കൊച്ചു മക്കടെയാ. അപ്പൊ പിന്നെ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചില്ല. അതും 299 ആണ്. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങള്, എന്ത് കഥയും ഞാൻ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോയ്ക്ക് ഓഡിയോ എടുക്കാൻ മറന്നുപോയത് കൊണ്ട് പറ്റിയില്ല ഗൈസ്. പിന്നെ ഈ വെള്ള ഉടുപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ നിങ്ങളിങ്ങനെ റാൻഡമായിട്ട് കുറച്ച് കളക്ഷൻസ് കാണിക്കുകയാണ് കേട്ടോ. അവിടെ ഉള്ള സാധനങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസിനും കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ, ഈ സ്റ്റുഡിയോയിൽ കയറി പല പല സാധനങ്ങൾ ഇട്ട് നോക്കാം. ലിപ്സ്റ്റിക് ഒക്കെ പച്ചയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ, പച്ചയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറേ പേര് ട്രൈ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഇട്ടോണ്ടങ്ങ് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ പോലും കുറേ ചെറിയ സാധനങ്ങൾ മെസ്സാക്കി ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നെയിൽ പോളിഷൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഡ്രൈ ഷാമ്പു കേട്ടോ, അത് നല്ല സാധനമാണ്. നമ്മൾ കുടിക്കുന്നില്ലെങ്കിൽ ഡ്രൈ ഷാമ്പു യൂസ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്. മാക്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. മാക്സിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ചുകൂടെ പൈസക്ക് വെർത്തായിട്ടുള്ള സാധനം കിട്ടുമെന്ന് തോന്നി. ഇവിടെ എല്ലാം സെയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കും. ഓണം കളക്ഷൻസ് ഇനിയായിരിക്കും വരുന്നത്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ഓണം കളക്ഷൻസ് വരുമ്പോൾ വന്ന് വാങ്ങാം ഗൈസ്. അപ്പൊ പർച്ചേസ് കഴിഞ്ഞ് പോട്ടെ. ബൈ ഗൈസ്, സീ യു അറൗണ്ട്. ബൈ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കോലവും കാണിക്കാം. ഇതുവരെയും കോലം കാണിക്കുന്നതിന് കുറവൊന്നും ഇല്ലായിരുന്നു. സ്റ്റിൽ നമ്മൾ കുറച്ചൊക്കെ എടുത്തതിനൊക്കെ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറയാൻ നമ്മൾ വീഡിയോ എടുക്കില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എടുക്കും. ഓക്കെ ഗൈസ്, സീ യു അറൗണ്ട്. ബൈ. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ഫോർ മോർ സച്ച് കണ്ടന്റ്സ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ.